Hi everyone, welcome back to Kavita's Sugar and Spice. ഇന്നത്തെ ഡിഷിന് യാതൊരുവിധ ഇൻട്രൊഡക്ഷനും നമ്മൾ മലയാളികൾക്ക് ആവശ്യമില്ല. ആപ്പം അല്ലെങ്കിൽ വെള്ളപ്പം. ഇതിന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടെന്നും എനിക്കറിയാം. പക്ഷേ എങ്കിൽ കൂടി എൻ്റെ ഈ റെസിപ്പി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 3 കപ്പ് അരിയാണ് ആവശ്യം. അത് പച്ചരിയോ അല്ലെങ്കിൽ പച്ചരിയുടെ വർഗ്ഗത്തിൽപ്പെട്ട സോനാ മസൂരി അരിയോ അങ്ങനെ എന്തെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഒരു 4 തൊട്ട് 6 മണിക്കൂറോളം നമുക്ക് കുതിർത്തി വയ്ക്കണം. എന്നിട്ടാണ് നമ്മളിതിനെ അരയ്ക്കുന്നത്. അങ്ങനെ ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ നമ്മുടെ അരി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതിലത്തെ വെള്ളമൊക്കെ ഊറ്റി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് പിന്നീട് മിക്സ് ചെയ്യാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് എടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി 1 കപ്പ് ചോറിടുകയാണ്. അപ്പം ഞാൻ ഒരേ കപ്പാണ് യൂസ് ചെയ്തത്. നമ്മുടെ അരി കുതിർക്കാൻ ഉപയോഗിച്ച സെയിം കപ്പ് ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്തത്. പിന്നെ 1 കപ്പ് തേങ്ങ, അതേ കപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിരവിയ തേങ്ങ അതും ആഡ് ചെയ്തു. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:1:1 എന്നുള്ളൊരു കണക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇതിലും കുറച്ച് മാവേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റേഷ്യോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മിക്സിയോ ബ്ലെൻഡറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഈ വലിയ ഗ്രൈൻഡറിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റായി അരയാൻ തുടങ്ങിയിട്ട് നമുക്കതിൻ്റെ മാവൊന്ന് ചെക്ക് ചെയ്യാം. ഇതിനിങ്ങനെ ഒരു രോഗമുണ്ട് കേട്ടോ, അത് ഗ്രൈൻഡറിന് കുറച്ച് പ്രശ്നമുണ്ട്. എന്തായാലും മാവൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഇതേ കുറച്ച് തരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റും കൂടി ഇതിനെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അത് അരയണ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തിളച്ച വെള്ളമല്ല, ചൂടുവെള്ളം. എന്നിട്ട് ആ പഞ്ചസാര അലിയണ വരെ അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് പഞ്ചസാര നല്ലോണം അലിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ ഈസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അതിനെ പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണുള്ളത്, ഈസ്റ്റൊക്കെ ആക്ടിവേറ്റ് ആയി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്ററിലേക്ക് ഇത് ഒഴിക്കണതിൻ്റെ മുന്നേ അത് കറക്റ്റ് അല്ലേ അതിൻ്റെ അരവ് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം. കാരണം ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നേരം നമ്മൾ അരയ്ക്കണില്ല, അത് കാരണമാണ്. അതിനുശേഷം നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നല്ലോണം മിക്സായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിതേ ഒരു വലിയൊരു പാത്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്, കുറച്ച് ആഴമുള്ള പാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഫെർമെൻറ്റ് ചെയ്ത് പൊങ്ങി വരുമ്പം അതിന് കുറച്ച് സ്പേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് പുറത്തേക്ക് മറിഞ്ഞു പോകും. അപ്പം നമ്മളിതൊരു 4 മണിക്കൂറാണ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം, ഓരോ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ച് ഫെർമെൻറ്റേഷൻ സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. അതായത് ഇവിടെ തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ അവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യും, എന്നിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് ഇത് അതിലേക്ക് എടുത്തു വയ്ക്കുകയാണ് ചെയ്യാറ്. ഇനി നമുക്കിതിനെ പകുതി ഒന്ന് കവർ ചെയ്യാം. ടൈറ്റായി അടയ്ക്കരുത്, മറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് ഇത് എങ്ങനെയാണുള്ളത്. ഇതിപ്പോൾ കണ്ടാൽ നമുക്കറിയാം അതൊന്ന് പൊങ്ങി എന്നിട്ടൊന്ന് അമർന്നതാണ്. അപ്പോൾ ഞാനിതിനെ ഒന്ന് മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇതിപ്പോൾ നന്നായി മിക്സായി നല്ലൊരു തിക്ക് ബാറ്ററാണ്. അപ്പോൾ ഇത്ര തിക്നെസ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ദോശയെക്കാളും കുറച്ച് ലൂസായ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇത് ഏകദേശം ഇങ്ങനെ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും ഉപ്പൊക്കെ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യാം. എനിക്ക് കൂടുതൽ മധുരമായിട്ടാണ് ഇഷ്ടം, അത് കാരണം ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പുമാണ് ആഡ് ചെയ്യുന്നത്. ഫെർമെൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ 2 സ്പൂൺ പഞ്ചസാര ഇട്ടത് മറക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ഇടുന്നില്ല. അങ്ങനെ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാണ്. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പത്തിൻ്റെ. എന്നിട്ട് അതിൽ നോൺ സ്റ്റിക്ക് ആയ കാരണം എണ്ണയൊന്നും തടവില്ല. ഒരു വലിയ സ്പൂണ് നിറച്ച് മാവ് അതിലൊഴിച്ച് അതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു പാൻ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കൊരു ദോശത്തട്ടിൽ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ റെഡിയായി ഉണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ടു, ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് ചുരുണ്ട് പോയി. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ വെച്ചിട്ട് എടുക്കാൻ കുറച്ച് വൈകി, അത് കാരണമാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായില്ലേ. പിന്നെ പാത്രം നല്ല ചൂടുള്ളപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ നല്ല ബ്രൗണും ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള അപ്പങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യൂ. ഇതിനൊപ്പം കഴിക്കാനുള്ള സ്റ്റൂവിൻ്റെ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ. Thank you for watching and have a wonderful day. Bye bye.